സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ കോൺസ്പിറസി കേസാണ് മഹാത്മാഗാന്ധിയുടെ വധം. അതുപോലെ തന്നെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഇടം പിടിച്ചിരിക്കുന്ന ഒരു കേസാണ് TP ചന്ദ്രശേഖരൻ്റെ കേസും. ഇപ്പോൾ ദിലീപിൻ്റെ കേസും അതുപോലെ തന്നെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും പിടിച്ചിരിക്കുന്ന കേസാണ്. ഈ 3 കേസിലും കോൺസ്പിറസി, അതായത് ഗൂഢാലോചന പ്രധാനപ്പെട്ട കുറ്റമായിട്ട് ചേർത്തിരുന്നു. ഗാന്ധി വധത്തിൽ ഗൂഢാലോചന കേസിൽ കുറ്റം ചുമത്തപ്പെട്ട ഒരാളാണ് സവർക്കർ. ആ സവർക്കറെ 1949 കോടതി വെറുതെ വിട്ടു. ആ വെറുതെ വിടുന്നവരുടെ കാലഘട്ടം 9 മാസം ആ കേസിൽ ഉൾപ്പെട്ട ഡയറക്റ്റ് പ്രതികളെയൊക്കെ കുറ്റവാളിയെ പ്രഖ്യാപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളിയുടെ മനസ്സിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു കേസാണ് TP ചന്ദ്രശേഖരൻ വധക്കേസ്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ എല്ലാ പ്രതികളെയും ഡയറക്റ്റായിട്ട് എല്ലാ ആളുകളും ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഢാലോചന കേസിൽ ആരെയും ശിക്ഷിച്ചിട്ടില്ല. അതിലുള്ള ഗൂഢാലോചന കേസ് പ്രതികളായ ആൾക്കാർ മുഴുവനും കുറേ കാലം ജയിലിൽ കിടന്നിരുന്നു. ഈ ദിലീപിൻ്റെ കേസിൽ അദ്ദേഹത്തെ ഗൂഢാലോചന കേസിലാണ് പ്രതിയാക്കിയിട്ടുള്ളത്. അങ്ങനെ പ്രതിയാക്കിയിട്ട ശേഷം അദ്ദേഹം 3 മാസത്തോളം 84 ദിവസത്തോളം ജുഡീഷ്യൽ കസ്റ്റഡി ഉണ്ടായിരുന്നു. ദിലീപിനെ വെറുതെ വിട്ടു. ഡയറക്റ്റായിട്ട് ഒഫൻസ് ചെയ്ത എല്ലാ പ്രതികളെയും ശിക്ഷിച്ചു. ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്ന ഈ എല്ലാ കേസുകളിലും കോൺസ്പിറസി തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എല്ലാ കേസിലും ഡയറക്റ്റായുള്ള എല്ലാ പ്രതികളെയും കുറ്റം ചെയ്ത മുഴുവൻ ആൾക്കാരെയും നേരിട്ട് ചെയ്ത എല്ലാ ആൾക്കാരെയും ശിക്ഷിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കുറ്റവും ചെയ്യാതെ ദിലീപ് ജയിലിൽ കടന്നു എന്നുള്ളതാണ്. ദിലീപ് ജയിലിൽ കടന്നിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡി വിട്ട് മാത്രമല്ലോ, ശിക്ഷയല്ല, ഒരു കുറ്റാരോപണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കുറ്റാരോപണമുള്ള പ്രതിയെ നമ്മൾ സാധാരണ പോയി അറസ്റ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹം പുറത്തു പോയിട്ട് കേസന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിൽ അദ്ദേഹം സാക്ഷികളുടെ കൂറ് മാറ്റുക, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുക, രേഖകൾ കൈകാര്യം ചെയ്യുക, രേഖകൾ മൂടി വെക്കുക, ഇതിനൊക്കെ അങ്ങനെ പ്രോസിക്യൂഷന് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയാണ് ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡി വിടുന്നത്. അല്ലാതെ മറിച്ച് അവർ കുറ്റവാളിനെ കണ്ടിട്ടല്ല. അതുകൊണ്ട് ദിലീപ് കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും എന്തിനാണ് കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് ചോദിക്കുന്ന ആൾ അത് ശിക്ഷയല്ല എന്ന് മനസ്സിലാക്കണം. റിമാൻഡ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായ നിയമനടപടി മാത്രമാണ്. അത് ശിക്ഷ കൊണ്ടോ കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞിട്ടോ അല്ല. ഞാനീ പറഞ്ഞ 3 കേസിലും പ്രധാന വിഷയം 120B ആണ്. ഈ സവർക്കറായാലും CPM നേതാക്കളായാലും അല്ലെങ്കിൽ ദിലീപായാലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അതിന് കാരണം അത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് ഇവരാരും തന്നെ ഈ CPM നേതാക്കന്മാരോ അല്ലെങ്കിൽ സവർക്കറോ അല്ലെങ്കിൽ ദിലീപൊന്നും തന്നെ ഈ കോടതിക്കെതിരായിട്ട് എന്നെ ജയിലിട്ടു എന്ന് പറഞ്ഞ കേസും കൊടുത്തിട്ടില്ല. അതിന് കാരണം അവരൊക്കെ ശിക്ഷയ്ക്ക് അർഹരാണെന്ന് അവർ സ്വയം തോന്നിയോണ്ടെന്നല്ല. അതുകൊണ്ട് പലപ്പോഴും കോടതി ഈ ഇവരെ കേസ് വിസ്തരിച്ച് തെളിവെടുത്ത് പൂർത്തിയാകുമ്പോൾ ഇവർക്ക് നിരപരാധം കണ്ടാൽ പോലും ഒരിക്കൽ റിമാൻഡ് ചെയ്യുന്ന പ്രതികളെ ഒരിക്കൽ പോലും നിരപരാധി എന്ന് പറഞ്ഞ് വിടില്ല. അവരെ പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണം പറഞ്ഞാൽ വിടുക. അതാണ് ദിലീപിൻ്റെയും ഗാന്ധി വധത്തിലെ സവർക്കറുടെയും അതുപോലെ TP ചന്ദ്രശേഖരൻ്റെ CPM നേതാക്കളുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദിലീപ് ജയിലിൽ കിടന്നില്ലേ, അത് കുറ്റവാളി ആയതുകൊണ്ടാണെന്നുള്ള സോഷ്യൽ മീഡിയയുടെ പ്രചരണം തികച്ചും തെറ്റാണ്, നിയമം അറിയാത്തത് കൊണ്ടാണ്.